ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരം ഒരൽപ്പ സമയത്തിനകം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് അരങ്ങേറും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരൽപ്പം മുൻപ് ഒരു മിനിറ്റ്സ് പുറത്തുവിട്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സും മഞ്ഞപ്പടയും തമ്മിൽ നടത്തിയ ആ ഒരു ചർച്ചയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, അവിടെ നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു വിശദ രൂപമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ചുരുക്കരൂപം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിൽ സൈനിങ്ങുകളെ കുറിച്ചുള്ള ഉറപ്പുകൾ മഞ്ഞപ്പടക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 3 ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ അടുത്ത സീസണിലേക്ക് ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഡൊമസ്റ്റിക് സൈനിങ് എങ്കിലും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മിനിറ്റ്സിൽ അറിയിച്ചിട്ടുള്ളത്. അടുത്ത സീസണിലേക്ക് 3 ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കി എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ മൂന്നാമൻ ആരാണ് എന്ന കാര്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത്. 2 താരങ്ങളെ നമുക്കറിയാം. ഒരാൾ പ്രതിരോധ നിരയിലെ താരമായ ബികാഷ് യുമ്നമാണ്, സെൻട്രൽ ബാക്ക് ആണ്, ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന അമേർ റണവാഡയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആ മൂന്നാമൻ ആരാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ട്രയൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാനാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താരമാണോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും ആ ഒരു മൂന്നാമൻ്റെ പേര് ഇപ്പോഴും രഹസ്യമായി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചുരുങ്ങിയത് ഒരു ഇന്ത്യൻ താരമെങ്കിലും എത്തും എന്ന ഉറപ്പ് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതൊരു വിങ്ങർ ആവാനാണ് സാധ്യത. കൂടാതെ ഗോൾ കീപ്പർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.